നമസ്കാരം. നിങ്ങൾ കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, വേമ്പനാട്ട് കായലിന്റെ തീരത്തുകൂടി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, വേമ്പനാടുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന തോടുകളും പുഴകളും കനാലുകളും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. വലിയ പച്ചപ്പായൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കാണാം. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്നവർക്ക് ഇടതുവശത്ത് നോക്കിയാൽ ഇത് നന്നായി കാണാൻ കഴിയും. പച്ച നിറത്തിലുള്ള പായലാണ്. അവിടെ ജലമുണ്ടെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. അത്ര തിക്കായി പച്ചയ്ക്ക് കിടക്കുന്ന പായലാണ് അവിടെ കാണുന്നത്. ഇതിന് കുളവാഴ എന്നാണ് വിളിക്കുന്നത്. ഈ കുളവാഴ എങ്ങനെയാണ് കുട്ടനാട്ടിലെത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് കുട്ടനാട്ടിലെ കായലുകളുടെ, കുട്ടനാട്ടിലെ പുഴകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആരോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ്. നമ്മുടെ ആമ്പലും താമരയും ഒക്കെ പോലെ മനോഹരമായി പൂക്കൾ ഇടയ്ക്ക് ഈ കുളവാഴയിലുണ്ടാവും. ആ ഭംഗി കണ്ട് ആരോ ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചതാണത്രേ. ആമസോൺ കാടുകളിൽ കാണുന്ന ഈ ഭയാനക സസ്യം കേരളത്തിൽ ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചു. ജലാശയങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ആഴത്തിൽ വേരുറപ്പിച്ച് ഒരിക്കലും നശിക്കാതെ ഈ കുളവാഴകൾ പടർന്നു പന്തലിച്ചു. കുട്ടനാടിന്റെ സൗന്ദര്യവും കുട്ടനാടിന്റെ സമൃദ്ധിയും നശിപ്പിച്ച ഒന്നാമത്തെ വില്ലനായി ഇത് മാറുന്നു. ബോട്ടുകൾ അപകടത്തിൽപ്പെടുന്നു, വള്ളങ്ങൾ മറിയുന്നു, മത്സ്യബന്ധനം തടസ്സപ്പെടുന്നു, പ്രകൃതി മോശത്തിലാവുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കുട്ടനാടിനെ ഇത് ക്യാൻസർ പോലെ കാർന്നു തിന്നു. രാഷ്ട്രീയക്കാർ കോടികൾ മുടക്കി ഇടയ്ക്കിടെ ഇത് കോരി കരയിലിടും. അവിടെ കിടന്ന് ഇത് ഉണങ്ങുകയില്ല. ഇതിന് വിത്തുകൾക്ക് 30 വർഷത്തെ ആയുസുണ്ട്. അത് വീണ്ടും പുഴയിൽ ചെല്ലും. ഇനി അഥവാ അത് വാരിക്കളഞ്ഞാലും വീണ്ടും അതുണ്ടായി വരും. അങ്ങനെ കുട്ടനാടിനെ ഒരിക്കലും വിട്ടുപോവാതെ കുളവാഴകൾ പിടിച്ചു കെട്ടിയിരിക്കുന്നു. കുട്ടനാട്ടിൽ മാത്രമല്ല, കേരളത്തിൽ മറ്റ് പലയിടങ്ങളിലും ഈ കുളവാഴകൾ പടർന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് പരിഹാരമുണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒടുവിൽ കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ ഇതേക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അവർ വലിയ തോതിൽ കുളവാഴകൾ ഇല്ലാതാക്കാൻ, കുളവാഴകളെ മൂല്യവർദ്ധ വസ്തുക്കളാക്കി മാറ്റാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഗവേഷണ സപര്യ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതിന്റെ ഭാഗമായി ഇന്നു മുതൽ 3 ദിവസം കൊച്ചിയിലെ കാക്കനാടുള്ള ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുളവാഴകളെ കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ സെമിനാറിൽ ഒരുപാട് വിദഗ്ധന്മാർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് എത്തുന്നുണ്ട്. അവരൊക്കെ ആ രാജ്യങ്ങൾ എങ്ങനെയാണ് കുളവാഴകളെ കൈകാര്യം ചെയ്തത്, കുളവാഴകളിൽ നിന്നും എങ്ങനെയാണ് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കി കർഷകർക്കും നാട്ടുകാർക്കും ഗുണമുണ്ടാക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് കുളവാഴകൾ നശിപ്പിക്കാൻ കഴിയില്ലെങ്കിലും നമുക്ക് ഉപകാരപ്രദമാക്കി മാറ്റാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ചുള്ള സെമിനാറുകളും പ്രദർശനങ്ങളും കാണും. കുളവാഴകൾ ഉപയോഗിച്ചുണ്ടാക്കിയ വസ്തുക്കളുടെ വിപണനവും പൊതുജനങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് ഇന്നു മുതൽ. ഈ സെമിനാറുകളിലേക്കും ചർച്ചകളിലേക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലേക്കും ഒക്കെയുള്ള പ്രവേശനം സൗജന്യമാണ്. ആർക്ക് വേണമെങ്കിലും കാക്കനാട് ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെന്നാൽ ഇതൊക്കെ അനുഭവിക്കാം, മനസ്സിലാക്കാം. എങ്ങനെയെങ്കിലും കുളവാഴകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ സംഘടിപ്പിക്കുന്നതാണ് അന്താരാഷ്ട്ര സമ്മിറ്റ്. ഹയാക്കോൺ 10 എന്ന പേരിലാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. അതേക്കുറിച്ച് മനോരമ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. കുളവാഴ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരവും മൂല്യവർദ്ധിത ഉപയോഗവും ലക്ഷ്യമിട്ട് ജെയിൻ സർവകലാശാലയുടെ ഫ്യൂച്ചർ കേരള മിഷൻ രാജ്യാന്തര സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഹയാക്കോൺ 10 എന്ന പേരിൽ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി, സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി, ട്രാൻസ്വേൾഡ് എന്നിവയുടെ സഹകരണത്തോടെ 8, 9, 10 തീയതികളിൽ ജെയിൻ സർവകലാശാല ക്യാമ്പസിലാണ് സമ്മേളനം. 8-ന് 3 മണിക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഹൈബി ഈഡൻ MP, രമേശ് ചെന്നിത്തല MLA, ജെയിൻ സർവകലാശാല ചാൻസലർ ഡോക്ടർ ചെൻജങ് റോയ്ചന്ദ് തുടങ്ങിയവർ പ്രസംഗിക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ കുളവാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ബന്ധപ്പെട്ട മെഷീനുകളുടെയും പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. വിവിധ സെക്ഷനുകളിൽ മന്ത്രിമാരായ സജി ചെറിയാനും P പ്രസാദും KC വേണുഗോപാൽ MPയും വിദേശത്തു നിന്നുള്ള വിദഗ്ധരും പങ്കെടുക്കും. 10-ന് വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. 10-ന് കുളവാഴയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട് എന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. എന്തായാലും കുളവാഴ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തും എന്ന വാശിയിലാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ആ പരിഹാരം തേടിയുള്ള അന്താരാഷ്ട്ര സെമിനാറാണ് ഇന്നു മുതൽ 3 ദിവസം നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് സൗജന്യമായി ഈ സെമിനാറിൽ പങ്കെടുക്കാം. അവിടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. എന്താണ് ഈ സെമിനാർ വഴി ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പരിഹാരമുണ്ടാക്കുന്നത് എന്ന് ചൈനയടക്കം നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായിരുന്ന, ഇപ്പോൾ ഈ പ്രോജക്റ്റിന്റെ ചുമതലക്കാരനായ ഡോക്ടർ വേണു രാജാമണി പറയുന്നത് കൂടി കേൾക്കുക. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ കുളവാഴ കോൺഫറൻസ് നാളെ മുതലാണല്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം, നാളെ മറ്റന്നാളെയും ഫുൾ ദിവസം ഡിസ്കഷൻസ്. ഓക്കെ സാറേ, ഒന്ന് പറയാമോ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വഴി?
ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഇത്രയും വിപുലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും മന്ത്രിമാര് മറ്റുദ്യോഗസ്ഥന്മാരെല്ലാരും പങ്കെടുത്തുകൊണ്ട് ഇതുപോലെ ഒരു വിപുലമായ കോൺഫറൻസ് നടക്കുന്നത്. ഈ കോൺഫറൻസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കുളവാഴ പ്രശ്നത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ വിവരങ്ങൾ എത്തിക്കുക, ഒരു അവയർനെസ് റേസിംഗ് നടത്തുക. ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ പോളിസി മേക്കേഴ്സ്, നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ് അവരോട് ഈ വിഷയത്തിന്റെ അർജൻസി, കേരളത്തിലാണ് ഇത് ഏറ്റവും രൂക്ഷമായി അനുഭവിക്കുന്നത്. അപ്പോ എത്രത്തോളം വലിയൊരു പ്രശ്നമാണ്, എങ്ങനെ അത് ഇതുവരെ അവഗണിച്ച് കിടക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യുവാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും എന്തെല്ലാം പഠിക്കുവാൻ സാധിക്കും, ഏത് രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റിലൂടെ ഈ കുളവാഴ പ്രശ്നത്തിനെ, കുളവാഴ എന്ന വെല്ലുവിളിയെ നേരിടുവാൻ സാധിക്കും എന്നത് നമ്മൾ ചില കൺക്ലൂഷൻസിൽ എത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ ഏറ്റവും അവസാനത്തെ ദിവസം ഞങ്ങൾ വിന്നിംഗ് ദ വാർ അഗെയിൻസ്റ്റ് വാട്ടർ ഹയാസിന്റ്, കുളവാഴയ്ക്കെതിരെയുള്ള യുദ്ധത്തിന് മേൽ എങ്ങനെ വിജയം പ്രാപിക്കാൻ സാധിക്കും എന്ന വിഷയത്തിൽ ഏകദേശം 12 റെക്കമെൻഡേഷൻസ് കേന്ദ്ര ഗവൺമെന്റിന്, 12 റെക്കമെൻഡേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്, അതുപോലെ തന്നെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും, NGOസിന് എന്ത് ചെയ്യാൻ സാധിക്കും, ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, ബിസിനസ്സുകാർക്കും കോർപ്പറേറ്റ്സിനും എന്ത് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം സ്പെൽ ഔട്ട് ചെയ്ത് ഒരു സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് അഡോപ്റ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ കുട്ടനാടല്ലേ എവിടെ ഉള്ളൂ ഇത് ഈ വിഷയം? അല്ലല്ല, കുട്ടനാടല്ല, ജലാശയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഒറീസയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, ആസാമിലുണ്ട്, നോർത്ത് ഈസ്റ്റിലുണ്ട്, ഈവൻ UPയിൽ പോലും പല ഭാഗങ്ങളുമുണ്ട്. ഇതെങ്ങനെ വെളിയിൽ നിന്ന് വന്നതാണോ? ഇതെങ്ങനെ വന്നതായി സാർ? അതെ, ഇതൊരു ലാറ്റിൻ അമേരിക്കയിലെ ആമസോൺ റീജിയനിൽ നിന്നും ആരോ അതിന്റെ പൂവിന് നല്ല ഭംഗിയുണ്ട്, ലൈലക് കളറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ചിലർ പറയുന്നു ഇത് ആദ്യം കുമരകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ട് ശേഷം ഇത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഇതൊരു ഒരു കോളനൈസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ജലാശയങ്ങള്. ഇത് കാരണം ക്ലൈമറ്റ് ചേഞ്ച് വർദ്ധിക്കുന്നു, കായലിലെയും നദികളിലെയും വെള്ളത്തിൽ ജീവികൾ കുറയുന്നു, മീൻ കുറയുന്നു, കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും എല്ലാം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു, ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിന് ബുദ്ധിമുട്ടുണ്ടാവുന്നു, ടൂറിസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ അങ്ങ് നീക്കം ചെയ്യാൻ പറ്റത്തില്ല, നീക്കം ചെയ്താലും പിന്നെ വരും. ഇല്ല, ഇത് ഈ പൊതുവെ പരമ്പരാഗത ഗവൺമെന്റിന്റെ ശ്രമങ്ങൾ എന്ന് പറയുന്നത് ഇത് ഈ ഒരു വലിയ ഹാർവെസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒരുപാട് പണം ചെലവാക്കി ഇത് വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു വളരെ ടെമ്പററി ബാൻഡേഡ് സൊല്യൂഷൻ ആണ്. നമ്മളിത് പൊക്കിയെടുത്താലും അത് കരയിൽ കൊണ്ടിട്ടാൽ അടുത്ത മഴയ്ക്ക് അത് വീണ്ടും വെള്ളത്തിൽ പോകും. ഇതിന്റെ സീഡ്സ് എന്ന് പറയുന്ന 30 വർഷം ജീവിച്ചിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് അത് ഡീക്കേ ചെയ്ത് താഴെ പോകുന്നു, എന്നാൽ മഴ വന്നാലുടൻ വീണ്ടും ഉയർന്നു വരുന്നു. അപ്പോൾ ഇത് നമ്മൾ പറക്കിയെടുക്കുക മാത്രമല്ല, ആ പറക്കിയെടുക്കുന്ന സാധനങ്ങള് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ സാധിക്കണം. ആ ഉൽപ്പന്നങ്ങൾക്ക് നമുക്കൊരു വിപണി കണ്ടെത്തുവാൻ സാധിക്കണം. ആ വിപണിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനം തിരിച്ച് കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കായലിന്റെയും നദികളുടെയും അടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് നൽകിയാൽ അവർക്ക് ഇത് പറക്കിയെടുക്കുവാനായിട്ടുള്ള ഒരു ഇൻസെന്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് ടോപ്പ് ഡൗൺ സൊല്യൂഷൻസിന് പകരം ഡീസെൻട്രലൈസ്ഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊല്യൂഷൻസ് ആണ് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു അഡ്വക്കസി കൂടിയായിരിക്കും ഈ കോൺഫറൻസിലൂടെ നടത്തുന്നത്. ഓക്കെ സാർ, താങ്ക് യു. നന്ദി, നമസ്കാരം.